ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വരാജ് ട്രോഫിയെക്കുറിച്ചാണ്. അപ്പോൾ ഏത് മേഖലയിലാണ് സ്വരാജ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഭരണം, റവന്യൂ സമാഹരണം, ആസൂത്രണം, ജനപങ്കാളിത്തം, സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം തുടങ്ങിയ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സ്വരാജ് ട്രോഫിയുടെ പേരിൽ പ്രത്യേക അവാർഡുകളും ക്യാഷ് അവാർഡുകളും കേരള സർക്കാർ നൽകി വരുന്നത്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി 2022-23 ഈ വർഷത്തിലാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓരോ സ്ഥാനത്ത് എത്തിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത്. സ്ഥാന തലങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും എന്നീ ക്രമത്തിലാണ് ക്യാഷ് അവാർഡും അതുപോലെ തന്നെ സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 1ആം സ്ഥാനത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും 2ആം സ്ഥാനത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കാം? നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ തെക്കേ അറ്റത്ത് നിന്ന് തുടങ്ങി ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരവും രണ്ടാമത്തേതെന്ന് പറയുന്നത് കൊല്ലവുമാണ്. അതുപോലെ നമ്മുടെ ഭരണ തലസ്ഥാനവും തിരുവനന്തപുരമാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് 1ആം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം. അത് കഴിഞ്ഞ് 2ആം സ്ഥാനം തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് 2ആം സ്ഥാനം ലഭിച്ചത്. അടുത്ത് സംസ്ഥാന തലത്തിൽ 1ആം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ വർഷം സ്വരാജ് ട്രോഫിക്കുള്ള പോയിന്റ്സ് പരിഗണിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 തുല്യ സ്കോർ നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവാർഡ് തുക ഇവർക്ക് തുല്യമായിട്ട് വിധിച്ചു കൊടുത്തിട്ട് 2-3 സ്ഥാനങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 1ആം സ്ഥാനം പങ്കിട്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, അത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്തത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലാണ്. അത് കഴിഞ്ഞ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലാണ്. ഇനി ഈ സ്ഥലങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ റോഡിൽ ഒരാൾ കിടക്കുകയാണ്. ഇയാളെ പെരുമ്പാമ്പ് കടിച്ചിട്ട് ഇയാളുടെ ബോഡി മുഴുവൻ നീല നിറമായി. അപ്പോൾ റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ വൈകിയാണ് എത്തിയത്. ഇനി നമുക്കിത് റിലേറ്റ് ചെയ്യാം. നമ്മളൊരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ റോഡിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അയാളുടെ ബോഡി നീലയാണ്. അപ്പോൾ അതിൽ നിന്ന് നീലേശ്വരം. എന്തുകൊണ്ടാണ് അയാളുടെ ബോഡി നീലയായത്? അയാളൊരു പെരുമ്പാമ്പ് കടിച്ചതുകൊണ്ടാണ്. അപ്പോൾ പെരുമ്പടപ്പ് എന്നുള്ളത് ഓർക്കാം. പിന്നെ നമ്മൾ റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വൈകിപ്പോയി, വൈക്കം. ബ്ലോക്ക് എന്നുള്ളതിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് കൂടി ഓർത്തിരിക്കാം. ഈ രീതിയിൽ 1ആം സ്ഥാനം ലഭിച്ച 3 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പേര് നമുക്ക് ഓർക്കാം: നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. അടുത്തത് സംസ്ഥാന തലത്തിൽ അവാർഡുകൾ ലഭിച്ച ഗ്രാമപഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് 50 ലക്ഷം, 40 ലക്ഷം, 30 ലക്ഷം രൂപ എന്നീ ക്രമത്തിലാണ് അവാർഡ് തുകയും സ്വരാജ് ട്രോഫിയും അതോടൊപ്പം സാക്ഷ്യപത്രവും ലഭിക്കുന്നത്. 1ആം സ്ഥാനം ലഭിച്ചത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്, കാസർഗോഡ് ജില്ലയിലാണ്. 2ആം സ്ഥാനം ലഭിച്ചത് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ ജില്ലയിലാണ്. 3ആം സ്ഥാനം ലഭിച്ചത് മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്ത്, അത് കോട്ടയം ജില്ലയിലാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഓർത്തിരിക്കാമെന്ന് നോക്കാം. പഞ്ചായത്തിൽ വലിയൊരു പറമ്പുണ്ട്. ആ വലിയ പറമ്പിൽ മാനമുട്ടാറായൊരു മരം നിൽക്കുന്നുണ്ട്. മരം ഏതാണ്? മുരിങ്ങാ മരമാണ്. ഇനി നമുക്ക് റിലേറ്റ് ചെയ്യാം. പഞ്ചായത്തിൽ, അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള അവാർഡാണ് നമ്മൾ പഠിക്കുന്നത്. വലിയൊരു പറമ്പുണ്ട്. അപ്പോൾ 1ആം സ്ഥാനം കിട്ടിയത് വലിയ പറമ്പിനാണ്. അവിടെ മാനം മുട്ടാറായി കുറേ മരങ്ങൾ നിൽക്കുന്നു. മാനം മുട്ടാറായി. അപ്പോൾ മുട്ടാർ ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ ജില്ല. ഇനി എന്ത് മരമാണ് നിൽക്കുന്നത്? മുരിങ്ങാ മരമാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കാം. 3ആം സ്ഥാനം കിട്ടിയത് മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്ത്. അപ്പം ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ഇനി അടുത്തത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി സംസ്ഥാന തലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള മുനിസിപ്പാലിറ്റികൾക്ക് 50 ലക്ഷം, 40 ലക്ഷം, 30 ലക്ഷം എന്നീ ക്രമത്തിലാണ് അവാർഡ് തുകയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനത്ത് എത്തിയിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ. 1ആം സ്ഥാനം ലഭിച്ചത് ഗുരുവായൂർ നഗരസഭയാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. 2ആം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരി നഗരസഭ, വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. 3ആം സ്ഥാനം ലഭിച്ചത് ആന്തൂർ നഗരസഭയാണ്, കണ്ണൂർ ജില്ലയിലാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നോക്കാം. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവും. അങ്ങനെ ഈ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ ഒന്ന് ചെരിഞ്ഞൊക്കെ നിന്ന്, അല്ല വിനയപൂർവ്വം ചെരിഞ്ഞ് നിന്നാണ് പ്രാർത്ഥിക്കുക. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊന്നും എടുത്തല്ല പ്രാർത്ഥിക്കുക. നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം പ്രാർത്ഥന. ഇനി നമുക്കിത് റിലേറ്റ് ചെയ്യാം.
നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരാണ് 1-ാം സ്ഥാനം ലഭിച്ചത്. മനസ്സിൽ നിന്ന് എന്നുള്ളതിൽ നിന്ന് മുനിസിപ്പാലിറ്റി എന്ന് ഓർത്ത് വയ്ക്കും. നമ്മൾ ചെരിഞ്ഞ് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വടക്കാഞ്ചേരി. അതുപോലെ നമ്മൾ ആന്തരികമായിട്ടാണ് പ്രാർത്ഥിക്കുക അല്ലേ, ഒച്ചപ്പാടും ബഹളമൊന്നും എടുത്തല്ല, ഉള്ളിൽ നിന്ന് വരണം പ്രാർത്ഥന. അപ്പോൾ ആന്തരികം എന്നുള്ളതിൽ നിന്ന് ആന്തൂർ നഗരസഭ. അങ്ങനെ 1-ാം സ്ഥാനം ഗുരുവായൂർ, 2-ാം സ്ഥാനം വടക്കാഞ്ചേരി, 3-ാം സ്ഥാനം ആന്തൂർ. ഇനി സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം ലഭിച്ച കോർപ്പറേഷൻ ഏതാണെന്ന് നോക്കാം. സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷന് 50 ലക്ഷം രൂപയും അവാർഡ് തുകയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് ലഭിക്കുന്നത്. 1-ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ നമ്മുടെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെയാണ് 1-ാം സ്ഥാനം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.